വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പഴവെള്ളരി ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാങ്ങിയ പഴവെള്ളരിയാണ്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വിണ്ട് വരും, പൊട്ടി വരും. അപ്പോഴാണ് അത് നമുക്ക് ജ്യൂസിൻ്റെ പാകമാവുക. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ പിറ്റേന്നേക്ക് അത് നന്നായി പഴുത്ത് ഇങ്ങനെ വിണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. തൊലി നമ്മൾ ചെത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മേലെ നിന്ന് നമ്മൾ തൊലി മാത്രം ഇങ്ങനെ അടർത്തി എടുത്തിട്ട് കളഞ്ഞാൽ മതി. ഇത് സാധാരണ നമ്മൾ ഷോപ്പുകളിലൊന്നും, ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകളിലൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ഇത് തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വഴിയിൽ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചത് കാണാറുണ്ട്. വേനൽക്കാലത്താണ് സാധാരണ ഈ ഫ്രൂട്ട് കാണാറ്. നമുക്ക് ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പായിരിക്കും ഇത് കുടിച്ചാൽ. ഈ ഫ്രൂട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ജ്യൂസിനുള്ള പാകമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെള്ളം തെളിച്ച് വെച്ചാൽ മതി. അപ്പോൾ പിറ്റേന്നേക്ക് തന്നെ അതിങ്ങനെ പൊട്ടി വന്നോളും. അപ്പം നമ്മൾ ഒരു ഭാഗം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലത്തെ ആ കുരും കൂടി നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ കുരു നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതും നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തെ ആ തൊലിയും കൂടി ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ജ്യൂസ് റെഡിയാക്കാം. അപ്പം ഞാൻ 200 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പഴവെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1.5 കപ്പ് ഒന്നാം പാലും 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പഞ്ചസാരയും രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒന്നാം പാലും കൂടി അതിൽ ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള പഴവെള്ളരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ശർക്കര വെച്ചിട്ടുള്ള പഴവെള്ളരി ജ്യൂസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പഴവെള്ളരി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പിന് നിറച്ചെടുത്തിട്ടില്ല ശർക്കരപ്പാവ്, കുറച്ച് കട്ടിയുള്ള ശർക്കരപ്പാവാണ്. ഇനി നമുക്ക് ആദ്യം അതിലേക്ക് ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ ബാക്കിയുള്ള ശർക്കരപ്പാവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് പഴവെള്ളരിൻ്റെ കുരു നമുക്ക് ജ്യൂസാക്കാം. അപ്പം അതിന് വേണ്ടി മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ പഴവെള്ളരിൻ്റെ കുരും പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിന് കുറച്ചൊരു പുളി ഉണ്ടാവും. അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ കുരുവൊക്കെ അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിർത്തി ഒന്ന് അടിച്ചെടുത്താൽ മതി. നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു ഷമാം ജ്യൂസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പഴവെള്ളരി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ 3 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ജ്യൂസ് തണുപ്പില്ലാതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.